നമസ്കാരം. PVN എന്റർടൈൻമെന്റ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ആ, കേസിൽ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നാണ്. വീണ വിജയനെതിരെ SFO, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, SFIO എന്ന അന്വേഷണ സംഘടന കേസെടുത്തിട്ടുണ്ട്. ഈ കേസിൽ വീണ വിജയൻ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീണ വിജയൻ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വീണ വിജയന്റെ പിതാവിനറിയാം എങ്ങനെ ഇങ്ങനെയുള്ള ഫ്രോഡ് കേസുകളിൽ നിന്ന് ഒഴിവാകുമെന്ന്. പിണറായി വിജയനെതിരെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. ഏറ്റവും ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ലവ്ലിൻ കേസ്, അതുപോലെ മറ്റേ നമ്മുടെ ഡിപ്ലോമാറ്റിക് ലൈവ് ചാനലിലൂടെ സ്വർണം കടത്തിയ കേസ്, ഖുറാന്റെ അത് സ്വർണം വെച്ച് കൊണ്ടുവന്ന കേസ്, ഈത്തപ്പഴത്തിന്റെ അത് സ്വർണം വെച്ച് കൊണ്ടുവന്ന കേസ്, അങ്ങനെ അനവധി കേസുകൾ പിണറായി വിജയനെതിരെ വന്നിട്ടുണ്ട്. എന്നാൽ ഈ കേസുകളിൽ ഒന്നും അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയോ നിയമത്തിന്റെ മുമ്പിൽ വരികയോ ഒന്നും ചെയ്തിട്ടില്ല. നിയമത്തിന്റെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുകയോ ഒരു ദിവസം പോലും ജയിലിൽ പോവുകയോ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ഈ സംഭവങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം, അദ്ദേഹത്തിന് എവിടെ പൈസ കൊടുക്കണം, ആർക്കൊക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. ഇതിപ്പോ 2,07,00,000 രൂപ അടിച്ചു മാറ്റി എന്നുള്ളതാണ് SFIO ചാർജ് ചെയ്യുന്ന കേസിലുള്ളത്. പക്ഷെ ഈ 2 കോടിയിൽ ചിലപ്പോൾ 1 കോടി രൂപ കേസിന്റെ നടത്തിപ്പിനും കാര്യങ്ങൾക്കും ഹൈഡ് ചെയ്യുന്നതൊക്കെ ആയിട്ട് പോകും. അങ്ങനെ 1 കോടി രൂപ മുടക്കിയ ബാക്കി 1,07,00,000 രൂപ അവർക്ക് ഇതിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഒരു മന്ത്രിയുടെ മകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പരിപാടിയാണ് സീരിയസ് ഫ്രോഡ് ചെയ്യുക എന്നുള്ളത്. ആ സീരിയസ് ഫ്രോഡ് തന്നെയാണ് പുള്ളിക്കാരും ചെയ്തിട്ടുള്ളത്. കാരണം മന്ത്രിയുടെ മക്കൾക്ക് സാധാരണയായിട്ട് ചെയ്യുന്ന ഈ പരിപാടിയാണ് കമ്മീഷൻ അടിച്ചു മാറ്റുക, കള്ളക്കടത്ത് നടത്തുക, കഞ്ചാവ് വിൽപ്പന നടത്തുക, അങ്ങനെയുള്ള ഇമ്മോറൽ പരിപാടികളെല്ലാം നടത്തുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി, പ്രധാന പരിപാടി. അതിലൊന്നാണ് വളരെ വിജയകരമായിട്ട് ശ്രീ പിണറായി വിജയന്റെ മകൾ വീണ വിജയനും നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും പുള്ളിക്കാരി ജയിലിൽ പോകാനുള്ള ഒരു സാധ്യതയില്ല. ഈ കേസ് ഇപ്പം ഇങ്ങനെ നടക്കും. ഈ കേസ് നടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് വിട്ടുപോകും. പക്ഷെ ഇതിന്റെ ഏറ്റവും കൂടുതൽ പ്രശ്നം ബാധിക്കുന്ന കോൺഗ്രസ്സുകാരെയാണ്. കാരണം കുറ്റക്കാരിയാണെന്ന് പറഞ്ഞ് പലരും മാത്തിക്കുഴലാണ് കേസ് കൊടുത്തു, അത് തള്ളിപ്പോയി. അത് ഈ കേസും കൂടെ തള്ളിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയന്റെയും അവരുടെ കുടുംബത്തിന്റെയും ഒക്കെ ഇമേജ് ഭയങ്കരമായിട്ട് അങ്ങ് ഉയരും. അടുത്ത ഇലക്ഷനിൽ അവർ ജയിക്കുകയും ചെയ്യും. കാരണം അങ്ങനെയാണ് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ സംഭവം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇത് കമ്മീഷൻ അടിച്ചു മാറ്റിയത് തന്നെയാണ്. ആ കേരള അവരുടെ കയ്യിൽ നിന്നും കാശ് മേടിച്ചിട്ടുള്ളതാണ്. കാരണം ആ മേടിച്ചിട്ടുള്ള കാശ് കമ്മീഷൻ നിരത്തി രീതിയിലാണ് മേടിച്ചിട്ടുള്ളത്. അതിന് അവർക്ക് എന്തെല്ലാമാണ് ഉപകാരം ചെയ്തിട്ടുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. അതിന്റെ എന്താണെന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും വിജിലൻസ് കേസിൽ സെറ്റിൽമെന്റ് ആയി കഴിഞ്ഞപ്പോഴാണ്, അങ്ങനെ ഒരു വിധി വന്നപ്പോഴാണ് ഇവർക്ക് കേരളത്തിൽ പിണറായി വിജയന്റെ മകൾക്ക് മാത്രമല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ രാഷ്ട്രീയക്കാർക്കും അവര് പൈസ കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായത്. എന്തായാലും കേസിൽ ശിക്ഷിക്കപ്പെടാനൊന്നും പോകുന്നില്ല. കാരണം ഒരു അപൂർവമായിട്ട് മാത്രമേ രാഷ്ട്രീയക്കാരന്റെ മക്കളൊക്കെ ശിക്ഷിക്കപ്പെട്ടുള്ളൂ. ഒന്ന് ബിനീഷ് കോടിയേരി കുറെ നാൾ ജയിലിൽ പോയി കിടന്നു. അതായത് ബിനീഷ് കോടിയേരിയും മകനും അതിന്റെ ചേട്ടനും കൂടെ കുറെ കാശ് അല്ലാതെ അനാമത്ത് രീതിയിലൊക്കെ ചെലവാക്കി കഴിഞ്ഞു. അവർക്ക് വേണ്ടി ഒത്തിരി പൈസ പലരും മുടക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന് പൈസ മുടക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് കുറെ നാൾ 6 മാസം ജയിലിൽ പോയി കിടക്കേണ്ടത്. അതും എവിടെയൊക്കെയോ പൈസ കൊടുത്ത് ഒതുക്കി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പൊ പുള്ളി കുറ്റവിമുക്തനായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നുണ്ട്. ഇത് എല്ലാ രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞ് ഇവരെല്ലാം കമ്മീഷൻ പറ്റുന്ന പരിപാടി ഇവർക്കുണ്ട്. ഇവരാരും ജനസേവനത്തിന് വേണ്ടിയൊന്നുമല്ല ഈ പരിപാടിക്ക് ഇറങ്ങിയേക്കണേ. രാവിലെ ഇറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ഖജനാവിൽ നിന്ന് പണം അടിച്ചു മാറ്റി ആർഭാടമായിട്ട് ജീവിതം നയിക്കുക എന്നുള്ളതാണ്. ഒരു കേരളത്തിലെ ഒരു മൊത്തം MLA-മാരുടെയും മന്ത്രിമാരുടെയും ചികിത്സാ ചെലവ് ഉണ്ടെങ്കിൽ എല്ലാ ജില്ലകളിലും ഓരോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ തുടങ്ങാം. അതിനുവേണ്ടി മാത്രം ചെലവുകൾ ഇവർ നടത്തുന്നുണ്ട്. പിണറായി വിജയന്റെ ചികിത്സാ ചെലവിന് തന്നെ 10 കൊല്ലം ആകുമ്പോഴത്തേക്കും ചികിത്സാ ചെലവിന് വേണ്ടി 25 കോടി രൂപ അതിന് തന്നെ മുടക്കാവും. പിന്നെ ട്രാൻസ്പോർട്ടേഷനായി അവരുടെ യാത്രാ ചെലവ് കാര്യങ്ങളെല്ലാം കൂടെ നോക്കുമ്പോൾ ഓരോ ജില്ലകളിലും ഓരോ സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ തുടങ്ങാനുള്ള വരും. പിന്നെ ഇതൊന്നും ചെയ്യണമെന്ന് ഇവർക്ക് താല്പര്യമില്ല. ഇവർക്ക് മാക്സിമം ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോകുക, അല്ലാതെ ഇവർക്ക് ജനങ്ങളോട് യാതൊരു കമ്മിറ്റ്മെന്റ്സോ മൊത്തം വോട്ട് ചെയ്യാൻ നേരത്ത് മാത്രം ജനങ്ങളുടെ അടുത്ത് പോയി എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ എന്തെങ്കിലുമൊക്കെ ആ കൂടെ നടക്കും എന്ന് ഉറപ്പുള്ളവർക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അത് മാത്രമാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ കമ്മീഷൻ അടിച്ചു മാറ്റി എന്നുള്ള 100% ഉറപ്പാണ്. പക്ഷെ അതിന്റെ പേര് ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയില്ല. കാരണം ഇത് ഇപ്പൊ ഇവിടെ പിണറായി വിജയന്റെ മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അമിത്ഷായുടെ മകൻ ചെയ്യുന്നുണ്ട് കേന്ദ്രത്തില്. അപ്പൊ ഇത് ഒരാൾ മാത്രമല്ല ചെയ്യുന്നത്, എല്ലാ ഇതും തരുന്നുണ്ട്. ഇപ്പോ തമിഴ്നാട്ടിലാണെങ്കിൽ സ്റ്റാലിന്റെ മകൻ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ എല്ലാ ഭരണാധികാരികളുടെ മക്കളും ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനൊന്നും ഒരിക്കലും ഉദ്യോഗസ്ഥ വർഗത്തിന് അതിനൊന്നും അവരുടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ ശിക്ഷിക്കപ്പെടാനോ ഒന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിങ്ങനെ ഒരു പുകപടലം സൃഷ്ടിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പുകപടലം സൃഷ്ടിച്ച ആൾക്കാരുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു വാർത്ത കൊണ്ടുവരാമെന്ന് മാത്രമല്ല, ശിക്ഷിക്കപ്പെടാനൊന്നും പോകുന്നില്ല. പിന്നെ
അവർക്കിപ്പോ എന്തോ കണ്ടകശനിയാന്നാ പറയുന്നത്. കണ്ടകശനി ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് കാശ് മുടക്കേണ്ടി വരുമായിരിക്കും. അല്ലെങ്കിൽ ഇത് കെട്ടടങ്ങി പോകേണ്ട സംഭവം തന്നെയാണ്. ഒരിക്കലും ഇതിങ്ങനെ നിയമത്തിന് മുമ്പിലേക്ക് വരാൻ സാധ്യതയില്ല. പക്ഷെ ഇതിപ്പോ എന്തോ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഷോൺ ജോർജ് കേസ് SFIയിൽ പരാതി കൊടുത്തു. അവർ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ സംഭവം നടന്നിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ടാണ് അവര് FIR ഇടുകയോ അവരെ ഇട്ടത്. പക്ഷെ അറസ്റ്റ് ചെയ്യുകയോ അവർ ജയിലിൽ പോവുകയോ അതൊന്നും ചെയ്യാൻ യാതൊരു സാധ്യതകളും കാണുന്നില്ല. പിന്നെ ഇതിങ്ങനെ ഒരു അന്വേഷണം നടക്കുമെന്ന് മാത്രം. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അഴിമതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഒരു സംഭവം തന്നെയാണ്. അതില്ലാത്ത സംഭവമൊന്നുമല്ല. അതുമായിട്ട് ആളുകൾ തന്നെ പൊരുത്തപ്പെട്ടു തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ കേസ് വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് ഇത് വളരെ തിരിച്ചടിയായിരിക്കും. അവർക്ക് ഇനി ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം അവർ അഴിമതിക്കാരാണ്. അതുകൊണ്ട് അവർക്കൊരിക്കലും ഞങ്ങൾ അഴിമതി ചെയ്യില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഇടതുപക്ഷവും ഇതുപോലെ അവർക്ക് അഴിമതിക്കാരല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ജനങ്ങൾ എപ്പോഴും അഴിമതി ചെയ്യാത്ത ആൾക്കാരെയാണ് അവർ സ്വീകരിക്കത്തുള്ളൂ. അപ്പൊ ഇതിലും ഒന്നും വീണ വിജയനോ പിണറായി വിജയനോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത തവണ ഇലക്ഷനും കോൺഗ്രസിന്റെ കാര്യം അധോഗതിയായിരിക്കും.